Hi, hello, welcome back to SP Future. You are listening to Sadiq Pallikal. മക്കളെ, നമ്മുടെ +2 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലേക്കാണ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. +2 സ്റ്റാറ്റിക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഒരു ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ വല്ലാണ്ട് പറഞ്ഞ് നിങ്ങൾ മുഷിപ്പിക്കുന്നില്ല. നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസ്, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സിലൂടെ വളരെ കുറഞ്ഞ രീതിയിൽ, വളരെ കുറഞ്ഞ ലെങ്ത് ഓഫ് വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് നമുക്ക് എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. വൺസ് അഗെയിൻ ഐ ആം വെൽക്കമിങ് യു ഓൾ ടു ടുഡേയ്സ് ക്ലാസ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ, കോറിലേഷൻ അനാലിസിസ്. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്? കോറിലേഷൻ അനാലിസിസ്. ഓക്കെ, നമുക്ക് എന്താണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാലൊന്ന് നോക്കാം. ഓക്കെ, മീനിങ് ഓഫ് കോറിലേഷൻ അനാലിസിസ് ഇല്ലേ, നോക്കാം. കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡാറ്റ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് തമ്മിലുള്ള? ടു വേരിയബിൾസിനെ ബൈവേരിയേറ്റ് ഡാറ്റ. ബൈവേരിയേറ്റിലുള്ള രണ്ട് ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻ, എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കോറിലേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾസിലൂടെ തന്നിട്ടുണ്ട്. നമ്മൾ പ്രൈസ് ഓഫ് പ്രൊഡക്ട്സും അതിൻ്റെ ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതൊരു കോറിലേഷൻ അനാലിസിസ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ ആൾക്കാരുടെ ഹൈറ്റും വെയ്റ്റും, ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊരു പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് അതും എന്തെന്ന് പറയാൻ പറ്റും? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ കോറിലേഷൻ അനാലിസിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇൻ എ ബൈവേരിയേറ്റ് ഡാറ്റ. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്ന ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. നമുക്ക് പ്രധാനമായിട്ട് 5 ടൈപ്പ് കോറിലേഷൻസുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കോ നിങ്ങൾ. എന്താണ് ഇവിടെ പറയുന്നത്? പോസിറ്റീവ് കോറിലേഷൻ. എന്താണ്? ടൈപ്സ് ഓഫ് കോറിലേഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റത്തെ ഏതാണ്? പോസിറ്റീവ് കോറിലേഷൻ. ഏതാണ്? പോസിറ്റീവ് കോറിലേഷൻ. നോക്കുക, എന്താണ് പറയുന്നത്? ഇഫ് ദ ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ദെൻ ദ കോറിലേഷൻ ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും മക്കളെ? നമുക്കതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. എന്താണ്? രണ്ടും സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. സോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് ഈൽഡ് അല്ലേ. നമ്മൾ വളങ്ങൾ എത്രത്തോളം കൂടുതൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന എന്ത് വിളവെടുപ്പും കൂടാനുള്ള ചാൻസുകളുണ്ട് അല്ലേ. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫെർട്ടിലൈസറും അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പറയാൻ പറ്റും അല്ലേ. ഓക്കെ, സോ അതാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ്റെ ഫസ്റ്റ് വൺ പറഞ്ഞത്. ദെൻ ഇനി രണ്ടാമത് എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പോസിറ്റീവ് പഠിച്ചില്ല. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. എന്താണ്? നേരത്തെ സെയിം ഡിറക്ഷൻ ആയിരുന്നു, ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് കുറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? നെഗറ്റീവ് കോറിലേഷൻ. രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിനാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ഒന്ന് കൂടുന്ന സമയത്ത് മറ്റൊന്ന് കുറയുകയാണെങ്കിൽ അത് ഏത് കോറിലേഷനാണ്? നെഗറ്റീവ് കോറിലേഷനാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടുകയാണെങ്കിൽ അതെന്ത് കോറിലേഷനാണ്? പോസിറ്റീവ് കോറിലേഷനാണ് അല്ലേ. ഇനി നെഗറ്റീവ് കോറിലേഷനിൽ രണ്ട് എക്സാമ്പിൾസുകൾ എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് അല്ലേ. ഒരു സാധനത്തിന് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അതിനുള്ള ഡിമാൻഡുകൾ കുറഞ്ഞു വരും അല്ലേ. 10 രൂപയ്ക്ക് വിറ്റുന്നൊരു സാധനം പെട്ടെന്ന് 20 രൂപയാക്കി. അപ്പോൾ 10 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 ഐറ്റംസ് പോയ സാധനത്ത് 20 രൂപ ആക്കുമ്പം അത്രയും ആ ഒരു റെസ്പെക്റ്റീവായിട്ടുള്ള എമൗണ്ട് ഓഫ് ഡിമാൻഡിൽ നമുക്ക് എന്തുണ്ടായിട്ട് വരും? മാറ്റങ്ങളുണ്ടാവും അല്ലേ. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ സോഴ്സ് അല്ലേ. അതൊരു പോയിൻ്റാണ്. എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ആ ഒരു തെളിച്ചം, ഡിസ്റ്റൻസ് ഫ്രം സോഴ്സ് അല്ലേ. ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും അല്ലേ. ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. സോ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് കോറിലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതായത് എന്തായിരിക്കും? നെഗറ്റീവ് കോറിലേഷൻ്റെ റിസൾട്ട് ആയിരിക്കും.
ഓക്കെ, ക്ലിയർ ആയല്ലോ? സിമ്പിൾ. ദെൻ ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏതാണ് മക്കളെ? സീറോ കോറിലേഷൻ ആണ്. ഏതാണ്? അഥവാ സീറോ കോറിലേഷൻ. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ദർ ഇസ് നോ അസോസിയേഷൻ, എന്താണ്? രണ്ടും തമ്മിൽ എന്തില്ല, ഒരു ബന്ധവും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്റ്റഡി നടത്തുന്ന രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാലോ നമ്മൾ അതിനെന്ത് വിളിക്കും? നോ കോറിലേഷൻ എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? റെയിൻഫോൾ ആൻഡ് മാർക്ക്. എന്തെങ്കിലും ബന്ധം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? മാർക്ക് കൂടുന്നതും കുറയുന്നതിനും മഴ എന്തെങ്കിലും കാരണവശാലും ഒരു കാരണമാണോ? ഒരിക്കലും അല്ല, അല്ലേ? ഓക്കെ. ദെൻ പിന്നെയോ ഹൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ്, ബുദ്ധി അതായത് നീളമുള്ള ആൾക്കാർക്ക് ബുദ്ധി കൂടും, അങ്ങനെ എന്തെങ്കിലും കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല, അല്ലേ? സോ അത് രണ്ടും നമുക്ക് ഏതിലെ പെടുത്താൻ പറ്റില്ല. അത് രണ്ടും വെച്ച് നമ്മൾ സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സീറോ കോറിലേഷൻ ആണ് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇനി നമുക്ക് നാലാമതായിട്ട് നോക്കാനുള്ളത് ഏതാണ് മക്കളെ? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ പഠിച്ചെന്താണ്? രണ്ടും കൂടുകയാണെങ്കിൽ, അല്ലേ, എക്സും വൈയും കൂടുകയാണെങ്കിൽ പോസിറ്റീവാണ്. പിന്നെ എപ്പോഴാണ് പെർഫെക്റ്റ് പോസിറ്റീവ് ആവുക? നോക്കിക്കോ നിങ്ങൾ. ഇഫ് ദി വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ദെൻ ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. എന്താണ് ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എക്സ് ഒന്ന് കൂടുമ്പോൾ വൈ ഒന്ന് കൂടുക, എക്സ് 2 കുറയുമ്പോൾ വൈ 2 കുറയാം. ഇപ്പോൾ സെയിം എമൗണ്ടിലാണ് എന്ത് വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തിൽ പെടുത്താൻ പറ്റും? നമ്മുടെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ പെടുത്താൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് വൺ? ഡേയ്സ് ഓഫ് വർക്കിംഗ് ആൻഡ് ഇൻകം, അല്ലേ? ഓരോ ദിവസം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇൻകം കൂടും. നമ്മൾ 2 ദിവസം വർക്ക് ചെയ്താൽ 1000 റുപ്യ ആണെങ്കിൽ 3 ദിവസം വർക്ക് ചെയ്യുമ്പോൾ എത്ര ആവും? 1500 ആവും. 4 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 2000 ആവും, അല്ലേ? അപ്പം എന്താണ്, എക്സ് കൂടുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എന്തും കൂടുകയാണ്, വൈയും കൂടുകയാണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതേപോലെ റേഡിയസ് ആൻഡ് ഏരിയ ഓഫ് സർക്കിൾ, അല്ലേ? റേഡിയസ് എത്ര കൂടുന്നോ അത്ര കണ്ട് എന്തും കൂടും? നമ്മുടെ സർക്കിളിൻ്റെ ഏരിയയും കൂടും, അല്ലേ? അതുകൊണ്ട് ഇതിനെ രണ്ടിൻ്റെയും സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തിൽ പെടുത്താൻ പറ്റും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെടുത്താൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ ഇനി അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഏതാണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നോക്കൂ, ഇഫ് 2 വേരിയബിൾസ് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? നേരത്തെ ഡയറക്റ്റ്ലി ഒന്ന് കൂടുമ്പോൾ എത്രയാണോ കൂടുതൽ അതേ അളവിൽ മറ്റൊന്നും കൂടുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇവിടെയോ ഒന്ന് കൂടുമ്പോൾ മറ്റത് അതേ അളവിൽ മറ്റത് കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇവിടെ നോക്കിക്കോ, നിങ്ങൾ എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലേ? എന്തൊക്കെയാണ്? സ്പീഡ് ആൻഡ് ടൈം ടേക്കൺ ടു ട്രാവൽ, അല്ലേ? നമ്മൾ എത്രത്തോളം സ്പീഡ് കൂട്ടുന്നോ അത്രത്തോളം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്ത് എത്താൻ പറ്റും, അല്ലേ? എത്രത്തോളം സമയം നമ്മൾ ലാഗ് ചെയ്യിക്കുന്നോ അത്രത്തോളം സമയം എടുക്കും നമ്മളിവിടെ എത്താൻ, ആ ഒരു ഡിസൈഡ് ഡെസ്റ്റിനേഷനിൽ എത്താൻ. സോ അതുകൊണ്ട് സ്പീഡും ടൈം ടേക്കണും നമുക്ക് എന്തിൽ പെടുത്താൻ പറ്റും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ദെൻ പ്രഷർ ആൻഡ് വോളിയം, അല്ലേ? നമ്മൾ എത്രത്തോളം പ്രഷർ ഇടുന്നോ അത്രത്തോളം വോളിയത്തിൽ എന്തുണ്ടായിരിക്കും? മൈനസ് ചെയ്യും, അല്ലേ? എത്രത്തോളം വോളിയം കൂടുന്നോ അത്രത്തോളം നമ്മൾ പ്രഷർ കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും, അല്ലേ? സോ ഇതാണ് എന്തിനുള്ള ഉദാഹരണങ്ങൾ? നമ്മുടെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനിലുള്ള ഉദാഹരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ടൈപ്സ് ഓഫ് കോറിലേഷൻസ് പറയാനുള്ളത്. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞു. 2 വേരിയബിളുകൾ തമ്മിലുള്ള സ്റ്റഡി നടത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാമെന്ന് പറഞ്ഞു? കോറിലേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ അതിൽ 5 ടൈപ്സുകൾ ഉണ്ടായിരുന്നു. ആ 5 ടൈപ്സുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? ദെൻ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ മറ്റൊരു പ്രധാനപ്പെട്ടുള്ളൊരു ഭാഗമാണ് എന്താണ്? മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു മെയിൻ ഹെഡിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ആണ്. നോക്കുക, പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 3 മെത്തേഡുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. കോറിലേഷൻ സ്റ്റഡി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണാണ് എന്ത്? സ്കാറ്റർ ഡയഗ്രം. എന്താണ് മക്കളെ? സ്കാറ്റർ ഡയഗ്രം ആണ് എന്ത്? നമ്മൾ കോറിലേഷൻ പഠിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് എത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ. എന്താ പറഞ്ഞത്? സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ഈസ് നോൺ ആസ് കോറിലേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാറ്റർ പ്ലോട്ട്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? നമ്മൾ കോറിലേഷനെ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചറൈസ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്താണ് സ്കാറ്റർ ഡയഗ്രാം? നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോറിലേഷനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സ്കാറ്റർ ഡയഗ്രാം, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ.
ഓക്കെ അല്ലേ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞു 5 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണുള്ളത് അല്ലേ? നമുക്ക് ഈ സ്കാറ്റർ ഡയഗ്രാം വെച്ചിട്ട് ഇതിൽ ഏത് ടൈപ്പിലാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, 5 ടൈപ്പുകൾ എങ്ങനെ നമുക്ക് സ്കാറ്റർ ഡയഗ്രത്തിൽ നമുക്ക് കോറിലേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കുക നിങ്ങൾ. ഈ പോയിന്റ്സ് ഇൻ എ സ്കാറ്റർ പ്ലോട്ട് ആർ റൈസിങ് ഫ്രം ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു അപ്പർ റൈറ്റ് ഹാൻഡ് കോർണർ. എങ്ങനെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ, എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഈ പോയിന്റ്സ് ആർ റൈസിങ് ഫ്രം ലോവർ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ? ഇതല്ലേ ലോവർ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഈ ലോവർ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു അപ്പർ റൈറ്റ് ഹാൻഡ് കോർണർ, ഇതല്ലേ അപ്പർ റൈറ്റ് ഹാൻഡ് കോർണർ അല്ലേ? ഇവിടേക്ക് ഇങ്ങനെ ഒരു 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 സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു പിരമിഡിൻ്റെ ഒക്കെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിൽ, അഥവാ നമ്മുടെ ഈ ഒരു കോർണറിൽ നിന്ന് ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് അപ്പർ റൈറ്റ് ഹാൻഡ് കോർണറിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ഇഫ് കോയിൻസ് ആർ റൈസിങ് ഫ്രം അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ ടു ലോവർ റൈറ്റ് ഹാൻഡ് കോർണർ അല്ലേ? എന്താണ് അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണർ എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക? ഇവിടെ അല്ലേ? ഇവിടെ നിന്നിട്ട് ലോവർ റൈറ്റ് ഹാൻഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ അതെന്താണ് നമ്മുടെ നെഗറ്റീവ് കോറിലേഷനാണ് അല്ലേ? അതെന്താണ് നമ്മുടെ നെഗറ്റീവ് കോറിലേഷനാണ്. മനസ്സിലായില്ലേ? അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് കോറിലേഷനാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 2 പഠിച്ചു. പിന്നെ എന്താണ് നമ്മൾ സീറോ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇഫ് ദ പ്ലോട്ട്സ് ആർ സ്കാറ്റേഡ്, പ്ലോട്ട്സ് എന്താണ്? സ്കാറ്റേഡ് ആണ്, പരന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു രീതിയിലോ അല്ല പോകുന്നത്. എന്താണ്? സ്കാറ്റേഡ് ആയിട്ടാണ്. ഇതേപോലെ പരന്ന് കിടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? നമ്മുടെ സീറോ കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് സീറോ കോറിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മുടെ അടുത്ത ടൈപ്പ് നോക്കൂ. ഇഫ് സ്ട്രൈറ്റ് ലൈൻ ഫ്രം ദ ലോവർ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ് ഇറ്റ്സ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. എന്നാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പോയിന്റ്സുകളൊക്കെ വെച്ച് നമ്മൾ ഒരു ഡയഗ്രാം വരച്ച് നോക്കുന്ന സമയത്ത് എന്താണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, ഏതായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. എവിടെ നിന്ന്? ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്കാണെങ്കിൽ. ദെൻ അടുത്തെന്താണ്? ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഫ്രം അപ്പർ ലെഫ്റ്റ് ടു ലോവർ റൈറ്റ്, അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഏതായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് കോറിലേഷൻസ് ആണ് നമുക്ക് ഏതിൽ വരുന്നത്? നമ്മുടെ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ കേസിൽ വരുന്നത്. 5 ടൈപ്പുകൾ പറഞ്ഞു. ആ 5 ടൈപ്പിൻ്റെ രീതികൾ നമ്മൾ പറഞ്ഞു അല്ലേ? പെർഫെക്റ്റ് ആകുമ്പം ഈ ഒരു രീതിയിൽ ഇവിടെ നിന്ന് പോകും അല്ലേ? ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്ക് പോകും. എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആകുമ്പം അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് പോകും. ദെൻ സീറോ ആകുമ്പം സ്കാറ്റേഡ് ആയിട്ട് കിടക്കും. ദെൻ പെർഫെക്റ്റ് ആകുമ്പം ലോവർ ലെഫ്റ്റിൽ നിന്ന് അപ്പർ റൈറ്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ദെൻ പെർഫെക്റ്റ് നെഗറ്റീവ് ആകുമ്പം അപ്പർ ലെഫ്റ്റിൽ നിന്ന് ലോവർ റൈറ്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക? നമ്മുടെ കോറിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ സ്കാറ്റർ പ്ലോട്ടിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ടുള്ള 3 മെറിറ്റുകളാണുള്ളത്. എന്തൊക്കെയാണ്? സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് അല്ലേ? ആണ് അല്ലേ? ഓക്കെ, സിമ്പിളാണ്, അട്രാക്റ്റീവ് ആണ് അല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു കാണാൻ ആഗ്രഹം തോന്നുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഇത് നമ്മുടെ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? നമുക്ക് ആ 5 ടൈപ്പുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് ഏതിൽ പെടുന്നു എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയോ ഗിവ് എ റഫ് ഐഡിയ അല്ലേ? നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഏതെന്ന് മനസ്സിലാവും. ആ ഒരു
സ്കാറ്റർ പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പറയുന്നത് ഡീമെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം ആണ് അല്ലേ. എന്താണ് ഡീമെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം? നമ്മൾ മെറിറ്റ്സുകൾ പറഞ്ഞു അല്ലേ. മെറിറ്റ്സുകൾ നമ്മൾ 3 പ്രധാനപ്പെട്ട 3 മെറിറ്റ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീമെറിറ്റ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഗിവ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് കോറിലേഷൻ. എക്സാക്ട് ഡിഗ്രി ഓഫ് കോറിലേഷൻ എത്രയാണെന്നുള്ളത് ഏത് പറയില്ല, നമ്മുടെ സ്കാറ്റർ ഡയഗ്രാം പറയില്ല. ഇത്ര നമ്പർ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എന്തുണ്ട് നമുക്ക് കോറിലേഷൻ ഉണ്ടെന്നുള്ള കറക്റ്റായിട്ട് നമുക്ക് പറയില്ല. ബട്ട് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ പെർഫെക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഏതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, സ്കാറ്റർ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവുള്ളൂ. അതാണ് എന്ത് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? സോ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് കോറിലേഷൻ അനാലിസിസ് എന്നുള്ളത് പറഞ്ഞു. ദെൻ ടൈപ്സ് ഓഫ് കോറിലേഷനുള്ള 5 ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് കോറിലേഷനിൽ സ്കാറ്റർ ഡയഗ്രാമും അതെങ്ങനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, പിന്നെയോ അതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ നോട്ട്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് നോട്ട്സുകൾ അയച്ചു തരുന്നതായിരിക്കും. സിമ്പിളായിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഒരു പേജിൽ തന്നെ അത്യാവശ്യം കൊള്ളുന്ന രീതിയിലുള്ള PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ PDF അല്ല, ഇതൊന്നും കൂടി ഷോർട്ടാക്കി പേജ് നമ്പേഴ്സൊക്കെ കുറച്ചിട്ടുള്ള രീതിയിലുള്ള PDF ഞാൻ മാക്സിമം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ അടുത്ത വീക്കിൽ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ എല്ലാവർക്കും നന്ദി.